റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി RSS സൈദ്ധാന്തികൻ NR മധു. വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നതും വരുന്ന തലമുറയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നതുമാണ്. വേടനെ സ്പോൺസർ ചെയ്യുന്നത് വിഘടനവാദികളാണെന്ന് ശക്തമായി അറിയാം. വേടനെ പാട്ടുമായി നാലമ്പലങ്ങളിലേക്ക് കടക്കുന്നത് ചെറുക്കണമെന്നും കേസരി വാരികയുടെ പത്രാധിപർ കൂടിയായ മധു പറഞ്ഞു. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. വിവരങ്ങളുമായി MG രേണുക. രേണു, NR മധു ഒരു സാധാരണ നേതാവല്ല, സൈദ്ധാന്തികനാണ്, കേസരിയുടെ പത്രാധിപരാണ്. അങ്ങനെ ഒരാൾ നവോത്ഥാനം ചില സ്ഥലങ്ങളിൽ വഴി പിഴച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കടത്തരുത് പറയുന്നത് വർഗീയതയാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ക്ഷേത്ര പരിപാടിയിലാണ് ആവേശം ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും പറയുന്നതെങ്കിൽ പോലും ആ പറഞ്ഞത് എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളാണ്? തീർച്ചയായും ശ്രീജ, രണ്ട് വിവാദ പരാമർശങ്ങളാണ് RSS മുഖപത്രത്തിന്റെ പത്രാധിപർ കൂടിയായ NR മധുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും വേടനെതിരായ പരാമർശമാണ്. അത് വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട്. വേടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ജാതി ഭീകരത പറയുന്ന, ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ് എന്ന കാര്യമാണ് ഈ NR മധു പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷേ വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു, വിഘടനവാദം പ്രചരിപ്പിക്കുന്നു, ഒപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അത് അരങ്ങ് വാഴുന്നു എന്നതാണ് പറയുന്നത്. വേടൻ എന്ന കലാകാരന് പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ അത് രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന ശക്തികളാണ് എന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അത് നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുക്കണം എന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും നവോത്ഥാനം വഴി പിഴച്ചു പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നമുക്കറിയാം, വേടന്റെ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴൊന്നും തന്നെ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ, വേടന്റെ കലാരൂപത്തെ ഒന്നും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. വേടൻ ചെയ്ത തെറ്റ് എന്താണോ അതിനെയാണ് എല്ലാവരും വിമർശിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് NR മധുവിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ അത് ജാതി ഭീകരവാദമാണ് എന്നും അതിന് പിന്നിൽ സ്പോൺസർ ഉണ്ട് എന്നും അത് രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരാണ് എന്നുമൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള പ്രസ്താവന ഉണ്ടാകുന്നത്. മറ്റൊന്ന് വേദിയിൽ പറഞ്ഞത് ഭക്ഷണത്തെക്കുറിച്ചാണ്. അത് രാത്രികാല ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അത് നമ്മളുടെ തെരുവുകൾ ഇപ്പോൾ ശ്മശാന ഭൂമിയായി മാറിയിരിക്കുകയാണ്. ശ്മശാനത്തിലൂടെ നടക്കുന്നത് പോലാണ് നമ്മളുടെ തെരുവിലൂടെ നടക്കേണ്ടത്. കഴിക്കുന്നത് ശവമാണ് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമാണ് എവിടെയും ഉള്ളത്. അത് ഷവർമയെക്കുറിച്ചാണ് പറയുന്നത്. ഷവർമ കഴിച്ച് അനേകം പേർ മരിച്ചിട്ടുണ്ട്. അത് കഴിച്ച് മരിക്കുന്നവരിൽ അത് ചില പേരുകൾ പറഞ്ഞിട്ട് രണ്ട് സമുദായങ്ങളുടെ, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ പെടുന്ന ചില പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരാരും മരിക്കുന്നില്ല, മരിക്കുന്നത് വർമ്മയാണ്, അതുകൊണ്ടാണ് ശവവർമ്മ എന്ന പേരാണ് അതിനിട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം കൂടി നടത്തുന്നത്. ഇതൊക്കെ പോയി തിന്ന് ചാകുന്നവന്റെ പേര് ഹിന്ദുവാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ രണ്ട് വിവാദമാകുന്ന വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ NR മധുവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വേടനെതിരെ അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയത്, മറ്റൊന്ന് ഭക്ഷണത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ പരാമർശവും. ശരി, നമുക്ക് NR മധുവിന്റെ വാക്കുകൾ കേൾക്കാം. തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്?
ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആരും നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല എന്ന വാസ്തവം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയം. RSS സൈദ്ധാന്തികനാണ്, കേസരി വാരികയുടെ പത്രാധിപരാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്.